കോഴിക്കോട് ബ്യൂറോ ചീഫ് ഷാജഹാനെയാണ് പി ജയരാജൻ MLA-യുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോർക്കളം പരിപാടിയുടെ ചിത്രീകരണത്തിനു ശേഷമായിരുന്നു മർദ്ദനം. ഐസ്ക്രീം പാർലർ കേസിലെ ആരോപണങ്ങൾക്ക് സമാനമായി പി ശശിക്ക് നേരെയും ആരോപണങ്ങൾ ഉണ്ടല്ലോ എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ പേരിലായിരുന്നു ഷാജഹാനെ പി ജയരാജനും സംഘവും മർദ്ദിച്ചത്. മർദ്ദനത്തിനു ശേഷം ഷാജഹാനെ ഫോണിൽ വിളിച്ചും ഭീഷണിപ്പെടുത്തി. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഇത് കേരളത്തിൽ ജനാധിപത്യത്തിന്റെ ഒരു കാവൽ ഭടൻ കുറെ കൂട്ടാളികൾക്കൊപ്പം ചേർന്ന് നടത്തിയ ജനാധിപത്യ പ്രക്രിയ. FIR ടോപ്പ് സ്റ്റോറി. തീർച്ചയായും ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കണ്ണൂരിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോർക്കളം പരിപാടിയുടെ ചിത്രീകരണത്തിന് ശേഷമായിരുന്നു കയ്യേറ്റം. ഈ സംഭവത്തിന് ശേഷം പി ജയരാജൻ MLA ഷാജഹാനെ ടെലിഫോണിൽ വിളിച്ചും ഭീഷണിപ്പെടുത്തി. ഹലോ ഹലോ ഷാജഹാനാണോ? അതെ. നീ കോൺഗ്രസിലെടുക്കാൻ എത്ര പൈസ മേടിച്ചേ? നിനക്ക് ഈ ഒഞ്ചിയത്തിന് നീ റവല്യൂഷണറിക്കാരുടെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നേരത്തെ എനിക്ക് മനസ്സിലായില്ല. റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ അത്ര സമർത്ഥനൊന്നും ആവണ്ട. എന്താണ് എന്നെ തല്ലിയതിന്റെ അടിസ്ഥാനം? നമുക്ക് അത് തന്നെയാ പറഞ്ഞത്. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിഷയ പി ശശിയെ സംബന്ധിച്ചുള്ള ആരോപണം. താങ്കൾ ഞാൻ വരുന്നതിന് മുമ്പേ കോൺഗ്രസുകാരുമായിട്ട് നീ ആലോചിച്ച് എല്ലാ കാര്യങ്ങളും CPM ജില്ലാ കോൺഗ്രസുകാരെടുക്കുന്ന പൈസയും വാങ്ങിച്ചിട്ട് ഇമാതിരി അവതരണം നടത്തി കഴിഞ്ഞാൽ നിനക്ക് ഇനിയും തല്ലുകൊള്ളും ജനങ്ങളെടുക്കുന്നത്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നെ തല്ലിയത്? ഞാൻ നിങ്ങളോട് റെക്കോർഡ് ചെയ്തിട്ട് ഇത് കാണിക്ക്. ഏഷ്യാനെറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കത്. കോൺഗ്രസുകാരുടെ ഇത് പൈസയും മേടിച്ചിട്ടല്ലേ നീ ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഷാജഹാൻ മനസ്സിലായിക്കോ, ഇത് കണ്ണൂരാന്ന് മനസ്സിലായിക്കോ. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശിക്കെതിരെ പാർട്ടി എടുത്ത നടപടി കണ്ണൂരിലെ വോട്ടർമാർ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന പരാമർശത്തെ തുടർന്നായിരുന്നു ജയരാജൻ ഷാജഹാനെ കയ്യേറ്റം ചെയ്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷ